ഇറച്ചിക്കോഴിയുടെ വർദ്ധിക്കുന്ന ഉൽപാദന ചെലവ് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് കർഷകർക്ക്. നികുതി പരിഷ്കരണവും സർക്കാർ നിയന്ത്രണങ്ങളും ചെറുകിട സംരംഭകരും കർഷകരെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. നിലവിൽ 1 കിലോ ഉൽപാദിപ്പിക്കാൻ 98 രൂപയാണ് ചെലവ്. കഴിഞ്ഞ 9 മാസത്തോളമായി 60-80 രൂപയാണ് കിലോയ്ക്കും ഫാമിൽ ലഭിച്ചതെന്നാണ് കർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഉൽപാദന ചെലവും നഷ്ടവും കണക്കിലെടുത്ത് ചെറുകിട കർഷകർ വലിയ തോതിൽ ഈ മേഖല ഉപേക്ഷിക്കുന്നതായും കേരള ബ്രോയിലേഴ്സ് ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. കരാറടിസ്ഥാനത്തിൽ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി സംരക്ഷിക്കുന്ന സംരംഭകർ കൈമാറുന്ന ചെറുകിട കർഷകരും ഉൽപാദന ചെലവ് വർദ്ധിച്ചതിനാൽ ബുദ്ധിമുട്ടുകയാണ്. കോഴി ഫാമുകളിൽ വിരിപ്പായി ഉപയോഗിക്കുന്ന ചകിരിച്ചോറിനു 2 വർഷം മുൻപ് ചാക്കിന് 120 രൂപ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ 240 രൂപയിലേക്ക് ഉയർന്നു. ചെലവിനനുസരിച്ച് കോഴിയുടെ റീറ്റെയിൽ വില വർദ്ധിക്കാത്തത് മൂലം സംരംഭകരും നഷ്ടത്തിലാണ്. ഇതിനിടെ കോഴി ഫാമുകൾക്ക് സർക്കാർ ഒറ്റത്തവണ നികുതി ഏർപ്പെടുത്തിയതും പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട്. ഒറ്റത്തവണ നികുതി, ആഡംബര ലേബർ സെസ് തുടങ്ങിയവ അന്യായമായി അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കി കർഷകരെ ഈ രംഗത്ത് നിലനിർത്താൻ സഹായകമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും കേരള ബ്രോയിലേഴ്സ് ഫാമേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അതേസമയം റമദാനും ഈസ്റ്ററിനും ശേഷം കുറയുമെന്ന് പ്രതീക്ഷിച്ച മീൻ വിലയും വർദ്ധിച്ചിരിക്കുകയാണ്. വലിയ മീനുകളുടെ വിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. മുറിച്ചു വിൽക്കുന്ന വലിയ മീനുകളുടെ വില ഈസ്റ്റർ ദിനത്തേക്കാൾ കൂടുതലായി ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ ഈസ്റ്ററിന് ഒരാഴ്ച മുമ്പ് 380-400 രൂപയ്ക്ക് വിറ്റിരുന്ന 1 കിലോ തളയുടെ വില ഇപ്പോൾ 580-600 രൂപയായി ഉയർന്നു. 300-380 രൂപയായിരുന്ന കേരയുടെ വില 580 വരെയായി എത്തിയിരിക്കുന്നു. മറ്റുള്ളവയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറഞ്ഞ വിലയായിരുന്നതിനാൽ കൂടുതലായി വിറ്റുപോകുന്നത് കേര പീസുകളായിരുന്നു. ശരാശരി 400 രൂപയുണ്ടായിരുന്ന മോദയുടെ വില 620 രൂപയ്ക്ക് മുകളിൽ എത്തിയതായും കച്ചവടക്കാർ പറയുന്നു. വറ്റ, വിളമീൻ എന്നിവയും 800 കടന്നിരിക്കുന്നു. വില കുതിച്ചു ഉയരുന്നതിനാൽ കാളാഞ്ചി, നെയ്മീൻ പോലുള്ള ഒഴിവാക്കുകയാണെന്നാണ് ചെറുകിട വ്യാപാരികൾ പറയുന്നത്. 2 മാസം മുൻപ് 250ലേക്ക് താഴ്ന്ന ചെമ്മീൻ വില 500 രൂപ കടന്നിരിക്കുന്നു. ലഭ്യത കുറഞ്ഞതോടെ ചെറു പച്ചമീനുകളുടെ വിലയും നേരിയ തോതിൽ ഉയർന്നിട്ടുണ്ട്. 1 മാസം മുമ്പ് 1.5 കിലോ ചെറിയ മത്തി 100 രൂപയ്ക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ കുറഞ്ഞത് 140 രൂപ കൊടുക്കണം. വലിയ മത്തിയുടെ വില 240 രൂപ വരെ എത്തി. കിളി, അയല എന്നിവയിൽ വില 240-260 രൂപയാണ്. മറ്റു ചെറുമീനുകളുടെ വിലയിലും വർധനവുണ്ടായിട്ടുണ്ട്. വില ഉയർന്നത് വിൽപ്പനയെ ബാധിച്ചതായും കച്ചവടക്കാർ പറയുന്നു. വലിയ പീസ് മീനുകൾ വാങ്ങുന്നവർ പലരും ചെറുമീനുകളിലേക്ക് മാറി. മറ്റു ചിലർ തൂക്കം കുറച്ചാണ് വാങ്ങുന്നത്. കായൽ വളർത്തുമീനുകളുടെ വിലയിലും മാറ്റങ്ങളുണ്ടായി. തിലോപ്പിയ, കട്ല, വാള എന്നിവയ്ക്കെല്ലാം 200 രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വില. പലയിടങ്ങളിലും കിട്ടാനുമില്ല. മാലിന്യം നിറഞ്ഞതോടെ വേമ്പനാട്ട് കായലിൽ നിന്നുള്ള മത്സ്യലഭ്യതയും കുറഞ്ഞിട്ടുണ്ട്. ഇത് മുതലെടുത്ത് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ വേമ്പനാട്ട് കായലിലെ മീനാണെന്ന പേരിൽ വിൽപ്പനയും നടത്തുന്നുണ്ട്. വളർത്തുമീനുകളെ വളർത്തുന്നവരുടെ എണ്ണവും അടുത്തിടെയായി വലിയ തോതിൽ കുറഞ്ഞു. ഇത് പ്രാദേശിക വിപണികളിലെ പ്രതിഫലിക്കുകയും ചെയ്തു. വേനൽ ചൂടിനെ തുടർന്ന് മീനിന്റെ ലഭ്യത കുറഞ്ഞതായാണ് വില വർധനയ്ക്ക് കാരണമായതെന്നും വ്യാപാരികൾ പറയുന്നു. ചൂട് വർദ്ധിച്ചതോടെ മീനുകൾ ആഴക്കടലിലേക്ക് നീങ്ങിയതാണ്. തീരങ്ങളോട് ചേരാതെ പോയതുമാണ് മീൻ ലഭ്യത കുറഞ്ഞത്. തമിഴ്നാട്, ആന്ധ്ര, പുതുച്ചേരി, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ട്രോളിംഗ് നിലനിൽക്കുന്നതും തിരിച്ചടിയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. തമിഴ്നാട്ടിലെ വിവിധ ഹാർബറുകളിൽ നിന്നാണ് ജില്ലകളിലേക്കടക്കം വലിയ മീനുകൾ വ്യാപകമായി എത്തിയിരുന്നത്. കാലവർഷം ആരംഭിക്കുന്നത് വരെ വില ഈ നിലയിൽ തുടരാനാണ് സാധ്യതയെന്ന് കച്ചവടക്കാർ പറയുന്നു. മഴക്കാലത്ത് മീൻ ലഭ്യത വർദ്ധിക്കുന്നതോടെ വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.